ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ് എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട എനർജിയാണ്. അതായത് നിങ്ങൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി മാറി ചിന്തിക്കുന്നു എന്നാണ്. നിങ്ങൾ വളരെ ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സോളാണ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായിരിക്കും, മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുക, മറ്റുള്ള ആളുകളിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ എനർജി വളരെ ഹൈ ആണ്, നിങ്ങൾക്കൊരു മാജിക് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ചിന്താശൈലി, ചിന്താശേഷി അത് ഓൾറെഡി നിങ്ങൾക്ക് വ്യത്യാസമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് നിങ്ങൾ പൂർണ്ണമായും ഈ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, നിങ്ങൾ തികച്ചും വ്യത്യാസമായിട്ട് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ക്വീൻ ഓഫ് വാൺസ്. നിങ്ങൾ നോക്കുന്നത് കണ്ടില്ലേ, നോക്കുന്നത് വേറെ മേഖലയിലേക്കാണ്. അതായത് മറ്റുള്ളവർ കാണുന്ന കാഴ്ചകളല്ല നിങ്ങൾ കാണുന്നത്, മറ്റുള്ളവർ കാണുന്ന രീതിയിലുമല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ തികച്ചും വ്യത്യാസപ്പെട്ട ഒരാളായിട്ടാണ് ഇന്നേ ദിവസം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിന്ന് ഏത് കൂട്ടത്തിലായാലും ആ കൂട്ടത്തിൽ നിങ്ങൾ ഒരു വ്യത്യാസമുള്ള കാഴ്ചയുള്ള ആളായിരിക്കും. അതായത് കാര്യങ്ങളെ വേറൊരു രീതിയിലായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം നോക്കിക്കാണുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഒരു മാജിക്കുണ്ട്, നിങ്ങൾക്കുള്ളിലൊരു മാജിക്കുണ്ട്. ആ മാജിക്ക് ഇതൊരു കറുത്ത പൂച്ച എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളിലെ മാജിക്കാണ്. ഈ മാജിക്ക് നിങ്ങൾക്ക് ഇന്ന് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെവിടെയാണോ നിങ്ങളാണ് അവിടുത്തെ താരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സർക്കിളിലായിരിക്കും ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി മറ്റുള്ളവർ സ്ക്വീസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇടയിലെ മാജിക് എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുൾ ആണെങ്കിൽ പോലും നിങ്ങളതിനെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് മറ്റുള്ളവരെ സ്ക്വീസ് ഔട്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ കിങ് ഓഫ് കപ്സ് ആണ്. വളരെ സ്നേഹമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്നേഹമാണ്, പക്ഷേ നിങ്ങളത് പുറത്ത് കാണിക്കുന്നില്ല എന്നാണ്. നിങ്ങൾ വളരെ റെസ്ട്രിക്റ്റഡ് ആക്കി, നിങ്ങളെ തന്നെ റെസ്ട്രിക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അത് പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ്. നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ പുറമേ കാണുന്നതേ അല്ല നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷേ നിങ്ങൾ പുറമേ കാണിക്കുന്ന മറ്റൊന്നായിരിക്കും. ഉള്ളിൽ നിറച്ച് സ്നേഹമായിരിക്കും, ഉള്ളിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കും, പക്ഷേ പുറത്ത് കാണിക്കുന്ന ഇതൊന്നുമല്ല. സ്നേഹം ഉണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക, നിറയെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പ്രോബ്ലംസ് പുറമേ കാണിക്കാതിരിക്കുക. അങ്ങനെ ഒരു ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണിത്. മറ്റുള്ളവരുടെ വളരെ സ്നേഹമായിരിക്കും, കമ്പാഷനാണ്. കിങ് ഓഫ് കപ്പാണ്. അപ്പോൾ വളരെ കമ്പാഷനായിരിക്കും. അതുപോലെ തന്നെ കാര്യങ്ങളെ വളരെ തന്ത്രപരമായിട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. സൂത്രശാലിയായിട്ടാണ് ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, വളരെ നയപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. വളരെ കൺട്രോൾഡ് ആയിരിക്കും. നിങ്ങളെ തന്നെ ഒരു നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളിരിക്കുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ നിങ്ങളിന്ന് വളരെ സ്റ്റേബിളായിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതൊരു യാത്രയുടെ കാർഡാണ്. പക്ഷേ നിങ്ങൾ മാനസികമായിട്ടൊരു സമ്മർദ്ദപ്പെട്ടിട്ടുള്ളൊരു യാത്രയാണിത്. ഇത് കാരണം കുറേ മാനസിക സമ്മർദ്ദങ്ങളോടുകൂടി ഒരു യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു യാത്രയുടെ കാർഡാണ്. തീർച്ചയായിട്ടും ഒരു മാനസിക സമ്മർദ്ദത്തോടു കൂടി നിങ്ങളൊരു റിലാക്സേഷൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾ ഫുൾ ഇമോഷണൽ കുറേ ട്രോമയും കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഒരു ചേഞ്ചാണ്, ഒരു മാറ്റമാണ്. പക്ഷേ ആ മാറ്റത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെക്റ്റിക്കായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുപോലെയാണ് കാണുന്നത്. നെക്സ്റ്റ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇന്ന് വന്നു കിട്ടും. നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വന്നു കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, പ്രയോറിറ്റീസ്, ചോയ്സസ് ഒക്കെ ഉള്ള ദിവസമാണ്. മൾട്ടി ടാസ്കിങ്ങിൻ്റെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നതല്ലാത്ത മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന ദിവസം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിട്ടും കാണുന്നുണ്ട്. വിഷ്ഫുൾ തിങ്കിങ്ങിൻ്റെയും ചോയ്സസിൻ്റെയും ഇല്യൂഷൻ്റെയൊക്കെ. അതായത് നിങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ മയങ്ങി പോവുക, കണ്ണ് മഞ്ഞളിച്ച് പോകാമെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ തന്നെ മോണിറ്റർ ചെയ്യുക, നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ടു ഓഫ് സോർഡാണ്. ഇത് നിങ്ങൾ ഒരു ഇൻഡിസിഷനിലാണ്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല,
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ തീരുമാനമില്ലായ്മയിൽ നിൽക്കുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും, 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഡിസിഷൻ ഉണ്ട്, അതിലൊന്നു പോലും എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് വരും, പക്ഷേ നിങ്ങൾ അതിനെ ഉപയോഗിക്കില്ല, നിങ്ങൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുമെന്നാണ് കാണുന്നത്. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പക്ഷേ നിങ്ങളതിനെ കണ്ടില്ല എന്ന് നടിക്കും. നിങ്ങളത് വേണ്ട, ഇനി നിങ്ങളുടെ ഹൃദയത്തെ തകർക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളത് വേണ്ടാന്ന് തീരുമാനിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ള ഒരു ദിവസമാണിത്. തീരുമാനമില്ല, ക്രോസ് റോഡിൽ നിൽക്കുന്നു, തീരുമാനമില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇന്നും ഒരു തീരുമാനത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, കൊളാബറേഷൻ നടത്തുക. നിങ്ങൾ ആരുടെ കൂടെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. പുതിയൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പുതിയൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. കൂട്ടുചേർന്ന് പ്രവർത്തിക്കുക എന്നാണ്. അതുപോലെ ഒരു ഗൈഡൻസ് കിട്ടുക എന്നാണ്. ഓക്കെ, ഇതൊരു ടീം വർക്കിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്നൊരു ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചില കാര്യങ്ങൾ നിങ്ങൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് അത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ ഒരു അവസരം ഇല്ലാതിരുന്നെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്കത് പ്രയോഗിക്കാനുള്ളൊരു അവസരം വന്നു കിട്ടും. അതുപോലെ നിങ്ങൾ പുതിയൊരു കാര്യം നിങ്ങളെ തന്നെ പുതിയതായിട്ട് എന്തോ ഒരു ബിൽഡ് ചെയ്യുന്ന പോലെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം ഒരു പുതിയ സാഹചര്യത്തിൽ എങ്ങനെ വേണമെന്ന് നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ കാര്യം ബിൽഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരു സാഹചര്യത്തിൽ പെട്ടാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ടീം വർക്കിൻ്റെയും കൊളാബറേഷനും കാർഡായതുകൊണ്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് വാൺസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ടീമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ അതിൽ മാറി നിന്ന് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം നിങ്ങളിന്ന് പഠിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊരു ന്യൂ സ്കിൽ ഡെവലപ്മെൻറ്റും കൂടിയാണ് കേട്ടോ. ഹാങ്ഡ്മാനാണ്, മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, സറണ്ടർ ചെയ്യുന്നു എന്നാണ്. യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക, അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നേ ഇല്ല. ഒരുപാട് ആലോചിക്കുന്നുണ്ടാവും, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും, നിന്നാലോചിച്ചിട്ട് പറ്റാഞ്ഞിട്ട് കിടന്നാലോചിക്കുന്നുണ്ടായിരിക്കും, എന്നിട്ടും പറ്റുന്നില്ല. അപ്പോൾ തലങ്കുത്തി നിന്ന് ആലോചിക്കുന്നൊക്കെയാണ്. അപ്പം പെർസെപ്ഷൻ മാറിയിട്ട് പോലും നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ്. പിന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും ചില കാര്യങ്ങളെ വേണ്ടാന്ന് വയ്ക്കുന്നതും കൂടിയാണ് ഈ ഹാങ്ഡ്മാൻ്റെ എനർജി പറയുന്നത്. പിന്നെ തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ, തലവേദന, തലകറക്കം അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഏസ് ഓഫ് വാൺസ് ആണ്, കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിന്ന് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് ഇന്ന് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഒരു പുതിയ ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, പുതിയൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും, ഒരു പുതിയ പ്രോജക്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, ഒരു പുതിയ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു നല്ല വാർത്ത നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ, പുതിയ ഓപ്പർച്യൂണിറ്റിയും പുതിയ ഗ്രോത്തും ഒക്കെയാണ്. ദെൻ 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് പ്രാവശ്യം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതെന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഇവിടെയും ഒരാൾ ഒറ്റപ്പെട്ടിട്ട് ഒരുപാട് പ്രതിബന്ധങ്ങളോട് എതിരിടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണുള്ളത്, നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട്. ആ ചിന്തകൾ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ബാക്കി എല്ലാവരും നിങ്ങൾക്കെതിരെ പൊരുതുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങളൊരു വടി എടുത്തിട്ട് അതിനെല്ലാം അടിച്ച് തകർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് മറ്റുള്ളവരെ എതിർക്കുക, മറ്റുള്ള കാര്യങ്ങളെ എതിർക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പേടി, അങ്ങനെയുള്ളൊരു നെഗറ്റീവ് തോട്ട്സിൻ്റെ ഇതാണ് ഈ 8 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. 7 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 ഓഫ് വാണ്ടിനകത്ത് പൂർണ്ണമായിട്ടും നെഗറ്റീവ് ചിന്തയിലിരിക്കുന്ന ഒരാളാണ്, ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അയാൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് അയാൾ വിചാരിക്കുന്നത്. പകുതി പ്രശ്നം അയാളുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്, അയാളുടെ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ, അതിനെ ആ ഒരു ചിന്തകളെ മാറ്റിയാൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവായി പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ചിന്തകളെല്ലാം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് കാർഡ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു കാർമിക് ആയിട്ടുള്ള ദിവസമാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന്, കുറേ പെയിൻഫുൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ കുറേ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കുറച്ച് സോഫ്റ്റ് സ്കിൽസ്, ഇന്നർ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളിന്ന് പുറത്ത് കാണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പം വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടിരിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടിരിക്കുക. ഇവിടെ ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവരെയും മെരുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങളതിനെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്തിരുന്നാൽ മതി. പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ സ്കില്ലുകളെ പുറത്തെടുക്കണം. ആ സോഫ്റ്റ് സ്കില്ലുകളെ, ആ ഇന്നർ സ്ട്രെങ്തിനെയൊക്കെ നിങ്ങൾ പുറത്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇന്നേ ദിവസം പ്രവർത്തിക്കണം എന്നാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് കേട്ടോ.
ബോട്ടം വന്നിരിക്കുന്ന ഡെവിളാണ്. അപ്പോൾ ഇത് തേർഡ് പാർട്ടിയാണ് കേട്ടോ. ഇന്ന് തേർഡ് പാർട്ടി റിവലേഷൻ്റെ ദിവസമാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല ചെയ്യുന്നത്. ഒരുതരം ഡെവിൾ എനർജി നിങ്ങളെ പ്രിയോഡിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നാൻ സാധ്യതയുണ്ട്. വീട്ടിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസമാധാനം കുറവായിരിക്കും. പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉറപ്പായിട്ടും ഇന്ന് റിവീൽഡ് ആണ്. പിന്നെ കുറച്ച് അഡിക്ഷൻസ് ആൻഡ് ഒബ്സഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇന്ന് അത് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് കൺട്രോൾ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.